എല്ലാവരും ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അനുഗ്രഹം കൊണ്ട് ആയുസ്സും ആഫിയത്തും ആരോഗ്യവും ഒക്കെ നൽകിയ ആ സുഖങ്ങളിൽ ജീവിക്കുന്ന പരിലസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അല്ലാഹു തആല നമ്മുടെ ഈ സുഖവും സന്തോഷവും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളെക്കാൾ വലുത്, എല്ലാ സന്തോഷങ്ങളെയും ഇല്ലാതാക്കുന്ന ഒന്നാണ് മരണം. അതിനെപ്പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അവസാനിക്കുമെന്നും നമുക്കെല്ലാവർക്കും അറിയാം. അത്തരം ലോകത്തെക്കാലവും സ്നേഹിക്കപ്പെടുന്ന ഒരു വലിയ മരണത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിയപ്പോൾ മദീനയിൽ ഒരുപാട് ജൂത ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ജൂതന്മാർ റസൂലുള്ളാഹി തങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി കള്ളപ്രവാചകനാണോ സത്യപ്രവാചകനാണോ എന്ന് അറിയാൻ റസൂലുള്ളാഹി തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകരോട് പല ജൂത പണ്ഡിതന്മാരും നബിയോട് വന്ന് പലതും ചോദിക്കാറുണ്ട്. ആ ചോദിച്ച കൂട്ടത്തിലെ ഒരു ചോദ്യമാണ് അൽ കഹ്ഫ് സൂറത്തിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. യസ്അലൂനക അൻ ദിൽ ഖർനൈൻ, നബിയെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അവർ വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. എത്രയോ കാലം മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന്റെ ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരാളാണ് ദുൽഖർനൈൻ എന്ന് പറയുന്ന ആള്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഇപ്പൊ 5ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് ഇയാൾ, അത് വേറെ വിഷയം. അതാണ് അയാളുടെ പ്രത്യേകത. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇയാളെ പഠിക്കാതെ കഴിയൂല. പക്ഷെ റസൂലിന്റെ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മളെക്കാളും 1400 ജില്ലാനം കൊല്ലം മുമ്പാണെങ്കിലും റസൂലുള്ളാഹിക്ക് ഇയാളെ അറിയില്ല. അല്ലാഹു റസൂല് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. അള്ളാഹ് അറിയിച്ചെന്നാ ഞാൻ പറയാ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അറിഞ്ഞു വന്നുകൊണ്ട് പറയുന്നു, യസ്അലൂനക അൻ ദിൽ ഖർനൈൻ, ദുൽഖർനൈനിയെ കുറിച്ച് നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കുക, ഞാൻ ആ ദുൽഖർനൈനിയെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഖുർആൻ പറയുകയാണ് നബിയോട്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞോളി നബിയെ, നമ്മൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി വിവരം തരാം. ആരാണ് ഈ ദുൽഖർനൈനി? അയാളുടെ സൗകര്യങ്ങൾ അല്ലാഹു തആല പറയും. പരിശുദ്ധ ഖുർആനാണ്, ഇത് കഥയല്ല. ഈ ഭൂമി ലോകത്ത് നമ്മൾ അയാൾക്ക് ഒരുപാട് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ ഒരുപാട് സൗകര്യം നൽകപ്പെട്ടുവെന്ന് മാത്രമല്ല, എല്ലാ മാർഗങ്ങളും എല്ലാ അറിവുകളും അയാൾക്ക് വേണ്ടി നമ്മൾ തുറന്നു വെച്ചിരുന്നു, സൗകര്യമാക്കി കൊടുത്തിരുന്നു, എളുപ്പമാക്കി കൊടുത്തിരുന്നു. അപ്പൊ വേണ്ടതിനെ പറ്റിയുള്ള അറിവുണ്ട്. അതിനേക്കാൾ വലിയ അറിവാളന്മാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, വലിയ സഞ്ചാരിയായിരുന്നു അദ്ദേഹം. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പറ്റി അൽക്കാബ് പറയും, അതേപോലെ ഞാൻ ചുരുക്കി പറയാം. ഹത്താ ഇദാ ബലഗ, അദ്ദേഹം വലിയൊരു യാത്രക്കാരനായിരുന്നു. എന്തിനാണ് യാത്ര? ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി. ഇസ്ലാമിക ചരിത്രത്തിൽ 2 ആളെ ലോകം ഭരിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. ഒന്ന് സുലൈമാൻ നബിയാണ്, മറ്റൊന്ന് ദുൽഖർനൈനിയാണ്. ആ ദുൽഖർനൈനി പേര് ഞാൻ പിന്നെ പറയാത്ത, നമുക്കറിയുന്ന ഒരു പേര് മൂപ്പർക്ക് വേറുണ്ട്. ഖുർആൻ പറഞ്ഞ പേര് അത് ഖുർആന്റെ പേരാണ്, നമുക്കറിയുന്ന പേര് വേറെയാണ്. ഏതായാലും മൂപ്പര് ലോകം അടക്കി ഭരിച്ചു എന്നാണ് പറയപ്പെടാറ്. ലോകം അടക്കി ഭരിച്ചിട്ടൊന്നുമില്ല, എന്നാലും ലോകത്ത് അന്ന് ജനവാസമുള്ള മേഖലകൾ മുഴുവൻ കീഴടക്കിയെന്നാണ് ഖുർആൻ പറയുന്നത്. അദ്ദേഹം പടിഞ്ഞാറോട്ടൊരു യാത്ര നടത്തി, ഒരു സൈനിക യാത്ര. പട്ടാളവുമായിട്ട് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ടൊരു യാത്ര. പടിഞ്ഞാറോട്ട് പോയിട്ട് അദ്ദേഹം കറുത്ത മണ്ണുള്ള ഒരു അരുവിയിൽ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിന്റെ അപ്പുറം ഇനി അങ്ങോട്ട് പോകാൻ മാർഗമില്ല. അത്രമാത്രം പടിഞ്ഞാറോട്ട് അദ്ദേഹം യാത്ര ചെയ്തു. അവിടെ ഒരു വിഭാഗം ആളുകളെ അദ്ദേഹം കണ്ടെത്തിച്ചു. അപ്പൊ അവര് അള്ളാഹു പറയണം, ആ ജനങ്ങള് നമ്മൾ പറഞ്ഞു, അള്ളാഹു പറയാ ഈ ദുൽഖർനൈനിയോട് പറഞ്ഞു, ദുൽഖർനൈനിയെ 2 കൊമ്പുള്ളവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം.
ഇരട്ടക്കൊമ്പൻ എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. ഈ ഇരട്ടക്കൊമ്പനായ ദുൽഖർനൈനിയെ ഒന്നുകിൽ നിനക്ക് അവരെ ശിക്ഷിക്കാം, കാരണം അവരാരും മുസ്ലിമീങ്ങളല്ല, അവരേത് ദൈവത്തെ ആരാധിക്കുന്നവരല്ല, നിനക്ക് അവരെ ശിക്ഷിക്കാം. അല്ലെങ്കിൽ അവരോട് നീ നല്ല നിലയിൽ പെരുമാറിയിട്ട് നേരിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് അല്ലാഹു തആല ആ ദുൽഖർനൈനിയുടെ ഇഷ്ടം കൊടുത്തു. കാല അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ച് ബഹുദൈവ വിശ്വാസികളായാൽ, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിച്ചാൽ, സൃഷ്ടാവായ ദൈവമല്ലാത്തവരെ ദൈവമാക്കിയാൽ ഞാൻ നിങ്ങളെ ശക്തമായി ശിക്ഷിക്കും. ആരെങ്കിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അവന് നല്ല പ്രതിഫലവും കിട്ടും എന്ന് അദ്ദേഹം ഈ ജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ പടിഞ്ഞാറോട്ടുള്ള യാത്രയിൽ നിന്ന് അദ്ദേഹം പിരമിഡിന് കിഴക്കോട്ട് പോയി. ഖുർആൻ പറയാ കിഴക്കോട്ട് അദ്ദേഹത്തിന്റെ യാത്ര സബബ. വീണ്ടും ആ യാത്ര വെറും യാത്രയല്ല ഈ പറയുന്നത്, രാജ്യങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിക്കുകയാണ്. ജനവാസമുള്ള മേഖലകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരികയാണ്. അങ്ങനത്തെ ഒരു രാജാവ്, അതിശക്തനായ രാജാവ്, അതിബുദ്ധിമാനായ രാജാവ്. അങ്ങനെ അദ്ദേഹം കിഴക്കോട്ട് പോയിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുമാറ് അദ്ദേഹം ആ ഭൂപ്രദേശത്തിന്റെ ആ വൻകരയുടെ കിഴക്കേ തലക്കിലേക്ക് അദ്ദേഹം എത്തി. അവിടെ ഒരു വിഭാഗം ആളുകളുണ്ട്. ആ സൂര്യൻ ഉദിച്ചു വരുന്ന മേഖലയുടെ ഒരു വിഭാഗം അവർക്ക് ആ സൂര്യന്റെ ചൂട് തടയാൻ ഒരു മറയുമില്ല, വസ്ത്രങ്ങളില്ല, വീടില്ല. അവർ ഗുഹകളിലാണ് താമസിക്കുന്നത്. വെയിൽ ചൂടായാൽ ഒക്കെ ഗുഹകളുടെ ഉള്ളിലേക്ക് കയറിപ്പോകും, പിന്നെ അവരെ കാണാൻ പോലും കിട്ടൂല. അങ്ങനത്തെ ഒരു അപരിഷ്കൃതരായ സമൂഹത്തെ അദ്ദേഹം ആ നാട്ടിൽ കണ്ടു. പിന്നെയും അദ്ദേഹം യാത്ര തുടർന്നു. വേറൊരു വഴിക്ക് അദ്ദേഹം പോയപ്പോ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ അദ്ദേഹം എത്തി. രണ്ട് പർവ്വതങ്ങൾ കാക്കേഷ്യൻ പർവ്വതനിരകളിൽപ്പെട്ട ആർമേനിയ, അസർബൈജാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതങ്ങളാണ് അതെന്ന് പറയപ്പെടുന്ന തഫ്സീറുകളിൽ കാണാം. മൗലാന അബുൽ കലാം ആസാദ്, നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബുൽ കലാം ആസാദ് ഈ സദ്യയിൽ എവിടെയാണ് കണ്ടെത്താൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ചു നടന്ന ആളാണ്. കെട്ടുണ്ട് എന്ന് പറയുന്നതോടൊക്കെ സഞ്ചരിച്ചത് അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാവട്ടെ കാക്കേഷ്യൻ പർവ്വതനിരകളിൽപ്പെട്ട ആർമേനിയ, അസർബൈജാൻ എന്ന് പറയുന്ന പർവ്വതങ്ങളാണ് ആ പർവ്വതം എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം അവിടെ എത്തി. അവിടെയുണ്ട് വേറൊരു വിഭാഗം ആളുകള് ആ പ്രദേശത്തുണ്ട്. അവര് പറയുന്നത് ഇങ്ങോട്ടും മനസ്സിലാവൂല, നമ്മൾ പറയുന്നത് അങ്ങോട്ടും മനസ്സിലാവൂല. ഖുർആന്റെ ശൈലിയായി പറയുന്നത് അവരുടെ ഭാഷ അതുവരെ കേൾക്കാത്ത ഒരു പുതിയ ഭാഷയുടെ ആളുകളാണ് അവര്. അവരുടെ ഭാഷ വളരെ ശ്രദ്ധയോടുകൂടെ ആംഗ്യമൊക്കെ ശ്രദ്ധിച്ചാല്, ചുണ്ടൊക്കെ ശ്രദ്ധിച്ചാല് മനസ്സിലാകൂ. അങ്ങനത്തെ ഒരു സംസാരമാണ് ആ വിഭാഗം ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അവര് ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവർ പറഞ്ഞു യാതൊരു ഈ മലകൾക്ക് അപ്പുറമുള്ള യജൂജ് മൗജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അവർ അക്രമകാരികളാണ്, കലാപകാരികളാണ്, നാശകാരികളാണ്. അവർ വന്നിട്ട് ഞങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നു, ഞങ്ങളെ നശിപ്പിക്കുന്നു, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നികുതി തരാം. ഈ ജനങ്ങൾ ദുൽഖർനൈനി തങ്ങളോട് പറയാ, ഞങ്ങൾ നിങ്ങൾക്ക് നികുതി തരാം. അല്ലാൻ തല്ലിയാലെ ഞാൻ പേര് പറയാത്ത ബോധപൂർവം കേട്ടോ. പേര് പറഞ്ഞാൽ നിങ്ങൾ റളിയല്ലാഹു അലൈഹിസ്സലാമൊന്നും പറഞ്ഞില്ല. അയാളുടെ പേര് അങ്ങനത്തെ ഒരു പേരാണ്. അയാൾ വലിയ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, അല്ല നബിയാണ് എന്നൊക്കെ തഫ്സീറുകളിലുണ്ട്. നബി തന്നെയാണെന്നും അല്ല വലിയ ആണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും നിസാർക്കാരനല്ല, ഖുർആന്റെ അലവലാദികളെ പറ്റി പറഞ്ഞതല്ല, വലിയ മഹാനാണ്. അതാവുന്ന അദ്ദേഹത്തോടു കൂടെ നമ്മൾ ഈ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. അൽ-കഹ്ഫ് സൂറത്തിൽ നിങ്ങൾക്ക് കാണുന്നതാണ് ഈ പേര്, ദുൽഖർനൈൻ എന്ന് പറയുന്ന പേര്. അങ്ങനെ അദ്ദേഹം അവര് പറഞ്ഞു, ഞങ്ങൾ ഇവരുടെ ശല്യത്തിന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ നികുതി തരാം. അല്ലാണ്ട് ബൈനനാവും സത്താൻ ആ ദുഷ്ടന്മാര്, കലാപകാരികൾ, അക്രമകാരികൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാതിരിക്കാൻ ഒരു വലിയ ഒരു കെട്ടുപിടുണ്ടാക്കി തരുമോ?
ഒരു വലിയൊരു കെട്ടുണ്ടാക്കി അവർക്ക് മറിച്ചു കിടക്കാൻ കഴിയാത്ത, അവർക്ക് തകർക്കാൻ കഴിയാത്ത, അവർക്ക് പൊളിക്കാൻ കഴിയാത്ത, മേലെ കൂടെ ചാടിക്കിടക്കാൻ കഴിയാത്ത ഒരു വൃത്തി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ഇവർ ദുൽഖർനൈനിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കാലം നിങ്ങൾ തിരിയൊന്നും തരണ്ട, കാലമാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ. എനിക്ക് അള്ള തന്നതന്നെ വലിയ അനുഗ്രഹങ്ങളാണ്, അള്ള തന്നതന്നെ എനിക്ക് അത്യാവശ്യത്തിലേറെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പണിയെടുക്കണം, എന്റെ കൂടെ നിങ്ങൾ മുതലൊന്നും തരണ്ട, എന്റെ കൂടെ പണിയെടുക്കാൻ കൂടിയ മതി, നിങ്ങളുടെ ആരോഗ്യം എനിക്ക് വേണ്ടി ചെലവഴിച്ചാൽ മതി. അധികം ബൈനക്കും ബൈനഹും റദുമാ, നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഞാനൊരു ഭിത്തി ഉണ്ടാക്കി തരാം എന്ന് മഹാനായ ദുൽഖർനൈനി പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആൻ നിങ്ങളുടെ കഥയത് അൽ-കഹ്ഫ് സൂറത്തിലെ രണ്ട് പേജുകൾ പൂർണ്ണമായും അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. ഏതാവട്ടെ ഞാൻ ചുരുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ആത്തുനി ജുബറൽ ഹദീദി, നിങ്ങൾ എനിക്ക് ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ടുവരിക, ഇരുമ്പിന്റെ വലിയ വലിയ പാളങ്ങൾ, അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഇഷ്ടികകൾ പോലെയുള്ള സാധനങ്ങൾ, നീണ്ട ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ ആ രണ്ട് മലകൾക്കടിയിൽ ഇരുമ്പിന്റെ ദണ്ടുകൾ പാളങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ആ രണ്ട് പർവ്വതങ്ങളുടെ അത്രയും ഉയരത്തിൽ ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടൊരു ഭിത്തി ഉണ്ടാക്കിയപ്പോ, അങ്ങനത്തെ എഞ്ചിനീയറിംഗ് ആയി പറയുന്നത്, ഇപ്പോഴെല്ലാം പറയുന്നത് BC 353 അയാൾ ജനിച്ചത്. യേശു ക്രിസ്തു ജനിക്കുന്നതിന്റെ 353 കൊല്ലം മുമ്പ് ജനിച്ച ആളാണ്. അല്ലാണ്ട് ക്രിസ്ത്യാനിയല്ല, ജൂതനല്ല, ഇതിന്റെ മുമ്പ് ജീവിച്ച ഒരാളാണ്. അപ്പൊ ഇയാള് ചെയ്ത പണി ആ ഇരുമ്പിന്റെ ദണ്ടുകൾ ഇങ്ങനെ നീക്കി വെച്ചിട്ട് നിരത്തി വെച്ചിട്ട് അങ്ങനെ രണ്ട് മലകൾക്കിടയിൽ സമമാക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ അതിന്റെ അടിയിൽ വിറകുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് തീ കത്തിച്ചിട്ട് ഊതി കത്തിക്കുക. ഈ ഇരുമ്പിന്റെ ദണ്ടുകൾ നിരത്തി വെച്ചിട്ട് അതിന്റെ രണ്ട് സൈഡിലും വിറകുകൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് തീ കത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ തീ കത്തിച്ചിട്ട് ആ ഇരുമ്പ് ദണ്ടുകൾ അതൊക്കെ തീയായപ്പോ, അതായത് തീക്കനൽ പോലെ ആ ഇരുമ്പ് പാളങ്ങളായപ്പോ അദ്ദേഹം കൊണ്ടുവരാൻ പറഞ്ഞു ഒരുക്കി വെച്ച ആ തുണി നിങ്ങൾ എനിക്ക് ആ തുണി നിങ്ങൾ എനിക്ക് കിസർ കൊണ്ടുവരാൻ. കിസർ ഇംഗ്ലീഷിൽ പറയാം കോപ്പർ മേറ്റില്ല, അതായത് ചെമ്പ് ഉരുക്കിയെടുത്തിട്ടുണ്ടാവുന്ന വെള്ളം, ചെമ്പിന്റെ വെള്ളം, അത് കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ കൊണ്ടുവന്ന ഉരുക്കിയ ചെമ്പ് കൊണ്ടുവന്നിട്ട്, ചെമ്പിന്റെ ദ്രാവകം കൊണ്ടുവന്നിട്ട് ഇതിന്റെ മേലെ കൂടെ ഒഴിച്ചു. ഈ തീക്കനലായി നിൽക്കുന്ന ഈ ഇരുമ്പിന്റെ ദണ്ടുകൾക്ക് മേലെ കൂടെ ഒഴിച്ചിട്ട് അദ്ദേഹം അതിനെ അത് തണുക്കുന്നതോടുകൂടെ എന്തായി, ഓട്ടയുണ്ടാക്കാനോ പൊളിക്കാനോ കഴിയാത്ത വിധം ഭദ്രമാക്കി അതിനെ അദ്ദേഹം തയ്യാറാക്കി കൊടുത്തു. അങ്ങനെ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്നത് ആ ഭിത്തിക്ക് അപ്പുറമായി, അതിന്റെ ഇപ്പുറത്തേക്ക് കടക്കാൻ അവർക്ക് കഴിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ശാശ്വതമാണെന്ന് വിചാരിക്കണ്ട. അദ്ദേഹം പറയാ, ഇതെന്റെ റബ്ബിന്റെ ഒരു അനുഗ്രഹമാണ്, ഇത് കാലാകാലം നിലനിൽക്കാനുള്ളതൊന്നുമല്ല. ഖിയാമത്ത് വരുമ്പോ, എന്റെ റബ്ബിന്റെ തീരുമാനം വരുമ്പോ ഇതൊക്കെ തകരും, ഈ ഭിത്തി തകർക്കപ്പെടും. അപ്പൊ യഅജൂജ് മഅജൂജ് മനുഷ്യരിലേക്ക് വരും, നിങ്ങളിലേക്ക് വരും, നിങ്ങളെ ആക്രമിക്കും, നിങ്ങളെ ദ്രോഹിക്കും. ആ യഅജൂജ് മഅജൂജ് നിങ്ങളിലേക്ക് വരുമ്പോ ഇത് തകർക്കപ്പെടും. എന്റെ റബ്ബിന്റെ വാഗ്ദാനം അത് സത്യമാണ്, അത് പൊരുതുക തന്നെ ചെയ്യും എന്ന് ഇദ്ദേഹം ജനങ്ങളോട് പറയുന്നത് കാണാം. ഇത്ര വലിയ ശക്തനായ ഒരു ഭരണാധികാരി, എത്രത്തോളം എന്ന് വെച്ചാൽ ഈജിപ്ത് മുതൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കീഴടക്കിയ ആളാണ് ഇയാള്. ഇയാളുടെ പേര് ഞാൻ പറയാം, ഗ്രേറ്റ് അലക്സാണ്ടർ. ഗ്രേറ്റ് കൂട്ടാതെ കൂട്ടുന്ന പേര് ചരിത്രത്തിൽ പറയുക, മഹാനായ അലക്സാണ്ടർ. അതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ പേര് പറഞ്ഞു ചിലപ്പോ റളിയല്ലാഹു പറയുന്നത് വലിയ മഹാനാണ്, പരിശുദ്ധ ഖുർആൻ മുഖത്തിൽ പറഞ്ഞ വ്യക്തിയാണ്. ഔലിയാക്കളും അദ്ദേഹത്തിന്റെ താഴെയുള്ളൂ എന്നുള്ളവരൊക്കെ അത്ര വലിയ മഹാനായിരുന്നു ഗ്രേറ്റ് അലക്സാണ്ടർ. വലിയ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച ഔലിയാക്കളിൽപ്പെട്ട മഹാൻ. BC 356 മാസിഡോണിയയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ യുദ്ധങ്ങളിലൂടെ കണക്കില്ലാത്ത ധനം അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. ലോകം മുഴുവൻ
ലോകത്തെ നാഗരികത പ്രാപിച്ച ലോകം മുഴുവൻ അദ്ദേഹം കീഴടക്കി. പിന്നെ ആദിവാസികളും കാട്ടുജീവികളെയും ഒന്നും കീഴടക്കേണ്ട ആവശ്യമില്ല. നഗരമായി വളർന്ന സമൂഹത്തെ മുഴുവൻ അടക്കി ഭരിച്ച മഹാനാണ് ഇദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് അപ്പൊ പ്രായം എത്രയെന്ന് കൂടി നമ്മൾ നോക്കണം. 33 വയസ്സിൽ അദ്ദേഹം മരിച്ചു. അത്രേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ എന്നാണ് എന്റെ കണക്കല്ല ഈ പറയുന്ന മലയാള മനോരമയില് ഒരു ആധികാരികമായി എഴുതുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ കരിയർ ഗൈഡൻസിന് വേണ്ടി എഴുതുന്നൊരു ഒരു DK വാര്യരുണ്ട്. അദ്ദേഹം എഴുതിയതാ മനോരമയിൽ. 33 വയസ്സേ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ആ 33 വയസ്സിന്റെ ഇടയിൽ ലോകം മുഴുവൻ കീഴടക്കി. ലോകം മനുഷ്യൻ നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ പറ്റി പറയും. മതവാദികളും മതനിഷേധികളും ആ മൂപ്പനെ പറ്റി മഹാനായ അലക്സാണ്ടർ എന്ന് പറയും. പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് അവിടെയല്ല. അങ്ങനെ 33 വയസ്സായി ഇന്ത്യയിൽ വന്നു. പക്ഷെ ഇന്ത്യ കീഴടക്കാൻ നിന്നിട്ടില്ല, തിരിച്ചുപോയി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതോ അവരുടെ ഇന്ത്യയിലും അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഈ പറയുന്നത് ദുൽഖർനൈനി എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മഹാൻ. അങ്ങനെ മരിക്കും എന്ന് ഉറപ്പായപ്പോ, രോഗം മൂർജിച്ചു മരിക്കും എന്ന് ഉറപ്പായപ്പോ, അധികം സമയമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹം 3 വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട വസിയത്താണ് അദ്ദേഹത്തിന്റെ വസിയത്ത്. 3 വസിയത്ത്. ഒന്നാമത്തെ വസിയത്ത് അദ്ദേഹം ചെയ്തത്, എന്നെ ഇക്കാലം വരെ ചികിത്സിച്ച ഈ ലോകത്തെ ഏറ്റവും വിദഗ്ധനായ വൈദ്യൻ ഡോക്ടർ, ആ ഡോക്ടർ ഒറ്റയ്ക്ക് ചുമന്നിട്ട് എന്റെ ശവപ്പെട്ടി കൊണ്ടുവരണം. വേറെ ആരും അയാളെ സഹായിക്കരുത്. ഡോക്ടർ തന്നെ എന്റെ ശവപ്പെട്ടി ചുമക്കണം. എനിക്ക് ശവപ്പെട്ടി കൊണ്ടുവരുന്നത് എന്റെ ഡോക്ടറാവണം, എന്നെ ചികിത്സിച്ച ആളാവണം. രണ്ടാമത്തെ വസിയത്ത് അദ്ദേഹം പറഞ്ഞത്, ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ വഴിനീളെ പൊന്നും വെള്ളിയും മുത്തും പവിഴവും ഒക്കെ ഞാൻ സമ്പാദിച്ചു മുട്ടിയതൊക്കെ ബദറണം. വഴിനീളെ അത് ബദറിക്കൊള്ളുക. ഞാൻ അത്രമാത്രം സമ്പാദിച്ചിട്ടുണ്ട്. അതൊക്കെ റോഡിലൂടെ വഴിയിലൂടെ ബദറിക്കൊള്ളുക എന്റെ ശവം കൊണ്ടുപോകുമ്പോ. മൂന്നാമത്തെ വസിയത്ത്, ഞാൻ മരിച്ച എന്റെ ശവം കൊണ്ടുപോകുമ്പോ എന്റെ 2 കൈയും ശവപ്പെട്ടി നിന്ന് പുറത്തേക്ക് ഇടണം. മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് 2 കൈയും പുറത്തേക്ക് ഇടണം. എന്റെ കൈ ഒരു കാരണവശാലും പള്ളയോടോ ശരീരത്തോടോ ചേർത്ത് വെക്കരുത്. 2 കൈയും പുറത്ത് ഭൂമി കിടക്കട്ടെ എന്ന് ഇദ്ദേഹം വസിയത്ത് ചെയ്തു. സൈനിക മേധാവികളും രാജഭരണകൂടത്തിലെ ആളുകളൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട്. അവര് ചോദിച്ചു, പേടിയോടുകൂടെയാണെങ്കിലും ഞങ്ങളത് ചെയ്തോളാം. പക്ഷെ എന്താണ് ഈ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഈ വസിയത്തിന്റെ, ഈ അന്ത്യാഭിലാഷത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഒരു മനുഷ്യരെയും ചികിത്സിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് എന്റെ ഡോക്ടറെ കൊണ്ട് ബോധ്യപ്പെടുത്തേ, അത് മറ്റുള്ളവരും കാണട്ടെ. അതുകൊണ്ട് എന്റെ ശവപ്പെട്ടി ചുമക്കുന്നത്, ഏറ്റിക്കൊണ്ടുവരുന്നത് അത് ഡോക്ടർ തന്നെ ആവണം, എന്നെ ചികിത്സിച്ച ഡോക്ടർ തന്നെ ആവണം. ശവപ്പെട്ടി ചുമക്കലാണ് എത്ര ചികിത്സിച്ചാലും അവസാനത്തെ വിധി. രണ്ടാമതായി, ഞാൻ എന്റെ ശവം കൊണ്ടുപോകുമ്പോ എല്ലാ ഭാഗത്തും ഇതിങ്ങനെ പൊന്നും വെള്ളിയും ഒക്കെ ബദറണമെന്ന് പറയാൻ കാരണം, ഈ സമ്പാദ്യങ്ങളൊക്കെ കൃത്യമാണ്, ഒന്നും ഒരു അർത്ഥമുള്ളതല്ല, അതൊന്നും ഫലം ചെയ്യൂല, അതൊന്നും കൂടെ കൊണ്ടുപോകൂല, ഇതൊന്നും ആർക്കും ഫലം ചെയ്യുന്ന ഒന്നല്ല. ഈ സമ്പാദ്യങ്ങൾ കൊണ്ടൊന്നും ഒന്നും നേടാൻ കഴിയില്ല, സമ്പാദ്യമൊന്നും ഉപകാരപ്പെടൂല എന്ന് ജനങ്ങൾക്ക് തിരിയട്ടെ. അതിനു വേണ്ടിയാണ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഉപയോഗപ്പെടുമെങ്കിൽ ഉപയോഗപ്പെടാൻ വേണ്ടി നിങ്ങൾ വലിച്ചെറിയുക. മൂന്നാമതായി ഞാൻ പറഞ്ഞത്, 2 കൈയും പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല, വെറും കയ്യോടുകൂടെയാണ് ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് വന്നത്, വെറും കയ്യോടുകൂടെയാണ് ഞാൻ ഈ ഭൂമി ലോകത്ത് നിന്ന് മടങ്ങുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞുവെങ്കിൽ എന്റെ ജനങ്ങളെ നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്താ പറഞ്ഞു കൊണ്ടുപോവുക? നമ്മുടെ മരണം എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോ, ഞാൻ ബുധനാഴ്ച മിഞ്ഞാന്നൊരു മരണത്തിന് പോയി. എന്റെ മരുമകളുടെ അമ്മായിന്റെ മകൻ മരിച്ചു. അടുത്ത 5-ാം ദിവസമാണ് മയ്യത്ത് കിട്ടിയത്. ആർക്കും കാണാൻ കൊടുത്തില്ല. ഭാര്യക്കോ മക്കൾക്കോ കുട്ടികൾക്ക് പോലും കാണാൻ അനുവദിച്ചില്ല. കാണാൻ കഴിയാത്ത രൂപത്തിൽ 5 ദിവസം കൊണ്ട് ആ രൂപത്തിൽ അത് ചേർത്ത് വികൃതമായി പറയാൻ പറ്റൂലല്ലോ. മയ്യത്തിനെ കുറ്റം പറയുന്നത് ഹറാമാണ്. അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. ഏതായാലും അല്ലാഹു തആല ആ സഹോദരന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അങ്ങനെ എപ്പോഴാണ് നമ്മുടെ മരണം, എങ്ങനെയാണ് നമ്മുടെ മരണം, നമുക്ക് വല്ല ഉറപ്പുണ്ടോ? അതുകൊണ്ട് ആ മഹാനായ ഗ്രേറ്റ് അലക്സാണ്ടർ പറഞ്ഞതുപോലെ മരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. 33 വയസ്സ് കൊണ്ട് ലോകം കീഴടക്കി, ലോകം അടക്കി ഭരിച്ച ഒരു ഭരണാധികാരി ഈ നിലയിൽ നിസ്സാരനായിട്ടാണ് ലോകത്ത് പോയതെങ്കിൽ, പരിശുദ്ധ ഖുർആൻ ഇത്രയും പുകഴ്ത്തി പറഞ്ഞ ഒരു മഹാന്റെ
അന്ത്യം ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കും? നമ്മൾ എത്ര നിന്ദ്യരായിട്ടാണ് ലോകത്തുനിന്ന് പോകുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് നമ്മൾ ഓർക്കുക. ഇന്നത്തെ ഖുതുബയിലും അത് തന്നെയാ പറയുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണം രുചിക്കാതെ ഒരു ജീവിയും ഭൂമി ലോകത്തുനിന്ന് പോകൂല. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ ചെയ്തു കൂടിയതിന്റെ പ്രതിഫലം നല്ലതായാലും കെട്ടതായാലും നൽകപ്പെടുന്നത് നാളെ പരലോകത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നൽകപ്പെടുക. ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവൻ വിജയിച്ചു. ഈ ജീവിതത്തിലെ ഈ ഭൗതികമായ ജീവിതം ഇത് വെറും ചതിക്കപ്പെടുന്ന ഒന്നാണ്. ഇത് വഞ്ചിക്കപ്പെടുകയാണ്. നമ്മളതിൽ ആകൃഷ്ടരായി വെറുതെ നമ്മുടെ സമയവും നമ്മുടെ ആയുസ്സും വെറുതെ ഒരു ഫലവുമില്ലാതെ നഷ്ടപ്പെടുത്തുകയാണ്. പരലോക ജീവിതമാണ് ശാശ്വതമായ ജീവിതം. അതിനുവേണ്ടി മുതലുണ്ടാക്കാനും അതിനുവേണ്ടി സമ്പാദിക്കാനുമാണ് നമ്മുടെ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ടത്. ആ നിലയിലുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതരാകാൻ അള്ളാഹു നമുക്കും നമ്മുടെ ഇഷ്ടക്കാർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ, ഇഷ്ടക്കാര്, കുടുംബക്കാരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ ഭാര്യ, മക്കള്, കുടുംബക്കാര് അവരൊക്കെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും സന്തോഷത്തിലുമായി ജീവിപ്പിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ, മുത്തഖികളിൽ നമ്മെയും നമ്മുടെ കുഞ്ഞു മക്കളെയും ഇഷ്ടക്കാരെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീന വലിമൻ ദുഫിനു ഫീ മഖ്ബറത്തിനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ.